ഓക്കെ, ഇന്ന് നിഫ്റ്റിയിലൊരു ലൈവ് ട്രേഡ് പ്ലാൻ ചെയ്യാനായിട്ട് പോവുക. അപ്പോൾ നല്ല വോൾട്ടൈലാണ്. ഇപ്പോൾ നിങ്ങൾക്കറിയാം, ഈ ഒരു വീക്കൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ ട്രേഡൊന്നും പ്ലാൻ ചെയ്തിട്ടില്ലായിരുന്നു. അത്യാവശ്യം നല്ല വോൾട്ടൈൽ മാർക്കറ്റാണ്. അപ്പോൾ സേഫ് ആയിട്ടുള്ളൊരു എൻട്രി ഇപ്പോൾ കിട്ടിയിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് എടുത്തു കഴിഞ്ഞിട്ട് ബാക്കി ഡീറ്റെയിൽസും ജസ്റ്റ് ഒന്ന് പറയാം. ഈ ഒരു പോയിന്റിലേക്ക് ടാപ്പ് ചെയ്യുകയാണെങ്കിലാണ് എൻട്രി പ്ലാൻ ചെയ്തേക്കുന്നത്. ഇപ്പോൾ ഈ ഒരു പോയിന്റിലേക്ക് നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് നല്ല രീതിയിൽ തന്നെ ഹയർ ടൈം ഫ്രെയിമിൽ ഒരു ട്രാപ്പ് നടത്തിയിട്ടാണ് ഡൗൺ സൈഡിലേക്ക് പുഷ് ചെയ്തിറങ്ങുന്നത്. ഇപ്പോൾ ഡേ ലോയിൽ വെച്ച് മാർക്കറ്റ് ചെറിയൊരു സപ്പോർട്ട് എടുക്കുന്നുണ്ട്. അതിനുശേഷമാണ് അപ്പ് സൈഡിലേക്ക് പുഷ് ചെയ്യുന്നത്. എന്നാലും ഈ ഒരു പോയിന്റ് ഒരു മെയിനായിട്ടുള്ളൊരു ലെവലായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. ആ ഒരു ലെവലെത്തിയ ഒരു ട്രേഡ് കിട്ടിക്കഴിഞ്ഞാൽ അത്യാവശ്യം റൈഡ് ചെയ്യാനുള്ളൊരു ട്രേഡാണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ ഏകദേശം ആ ഒരു ലെവലിലേക്ക് എത്തിയിട്ടുണ്ട്. ജസ്റ്റ് ആ ട്രേഡ് എടുത്തതിന് ശേഷം ബാക്കി ഡീറ്റെയിൽസും ജസ്റ്റ് ഒന്ന് പറയാം. ഓക്കെ, എൻ്റെ ആ ട്രേഡ് ഇവിടുന്ന് ഞാൻ പ്ലേസ് ചെയ്തിട്ടുണ്ട്. നല്ല വോൾട്ടൈൽ ആയതുകൊണ്ട് പെട്ടെന്ന് സ്റ്റോപ്പ് ലോസ് വെച്ചില്ലെങ്കിൽ വലിയ ലോസ് വരാനുള്ള സാധ്യതയുണ്ടാവും. അപ്പോൾ ഞാൻ സ്റ്റോപ്പ് ലോസ് വെക്കുന്നത് 45-ലാണ്. ട്രേഡ് എടുത്ത് അപ്പോൾ തന്നെ സ്റ്റോപ്പ് ലോസും വെച്ചിട്ടുണ്ട്. ചെറിയൊരു ക്വാണ്ടിറ്റി സിംഗിൾ ലോട്ടിലാണ് ട്രേഡ് എടുത്തേക്കുന്നത്. ഇനിയിപ്പോൾ ട്രേഡ് എടുത്തതിന് വേറെ നോക്കാനൊന്നുമില്ല. ഒന്നെങ്കിൽ സ്റ്റോപ്പ് ലോസ് അടിക്കുന്നവരെ വെയിറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ടാർഗറ്റ് എത്തുന്നവരെ അത് കറക്റ്റായിട്ട് റൈഡ് ചെയ്ത് കൊണ്ടുപോകുന്ന രീതിയാണ് നോക്കുന്നത്. ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറയുന്നത് ഈ ഒരു പോയിൻ്റ് വരെ കേട്ടോ. ഇപ്പോൾ നമ്മുടെ ഇതിന് മുന്നേ പഠിച്ച കാര്യങ്ങൾ വെച്ചിട്ട് നോക്കിയാൽ മതി. ഈ ഒരു പോയിന്റിൽ മാർക്കറ്റ് ഈ ഒരു പോയിന്റിൽ ഒന്ന് ഡൗൺ സൈഡിലേക്ക് ഒരു സിഗ്നൽ തന്ന് അതിനെ കട്ട് ചെയ്ത് പിന്നെയും ഈ ഒരു പോയിന്റിലാണ് സപ്പോർട്ട് എടുത്തേക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറയുന്നത് ഈ ഒരു പോയിന്റ്. അതിനുശേഷവും നല്ലൊരു മൊമെൻറ്റം കിട്ടുന്നുണ്ടെന്നാണെങ്കിൽ ഡേ ലോ വരെ മാക്സിമം റൈഡ് ചെയ്യും. ഇല്ലെന്നുണ്ടെങ്കിൽ ഈ ഒരു പോയിന്റിൽ കുറച്ച് നേരം നിൽക്കുകയാണെങ്കിൽ ഡി കെ സംഭവിച്ച് സ്റ്റോപ്പ് ലോസ് അടിക്കും. ഇല്ലെന്നുണ്ടെങ്കിലും നേരെ ഓപ്പോസിറ്റ് ആണെങ്കിലും നമ്മുടെ സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് അടിക്കുന്നവരെയും വെയിറ്റ് ചെയ്തിരിക്കും. വേറൊരു കാര്യങ്ങളും ഇതിനകത്ത് നോക്കാനായിട്ടില്ല. നല്ല വോൾട്ടൈൽ ആയതുകൊണ്ട് ഈ ഒരു പോയിന്റിൽ നിന്നൊക്കെ ചെറിയൊരു സ്പൈക്ക് പെട്ടെന്നൊരു ഓപ്പോസിറ്റ് മൂവ്മെൻറ്റ് തന്നാലും സ്റ്റോപ്പ് ലോസ് പെട്ടെന്ന് അടിക്കാനുള്ള സാധ്യതയുണ്ട്. ആ ഒരു കാരണങ്ങളൊക്കെ കൊണ്ടായിരുന്നു ഈ ഒരു വീക്ക് കറക്റ്റായിട്ട് ട്രേഡൊന്നും പ്ലാൻ ചെയ്യാതിരുന്നത്. നോക്കാം, ഇനിയിപ്പോൾ എന്തായാലും ട്രേഡ് എടുത്ത സ്ഥിതിക്ക് വെയിറ്റ് ചെയ്യാതിരിക്കുക എന്ന് മാത്രമേ ഉള്ളൂ. ഫസ്റ്റ് ടാർഗറ്റ് നോക്കുകയാണെങ്കിൽ ഏകദേശം 1:4 വെച്ചിട്ടുണ്ട്. സെക്കൻഡ് ടാർഗറ്റിലേക്കാണെങ്കിൽ ഏകദേശം 1:8. 1:8 ആ പ്രീമിയത്തിൽ നല്ലൊരു മൂവ്മെൻറ്റും കിട്ടുവാണെങ്കിൽ 1:10 വരെയൊക്കെ പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഏകദേശം 1:1 ഇവിടെ സിമ്പിളായിട്ട് കവർ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ട്രേഡിലേക്ക് നോക്കിയാൽ മതി. സിംഗിൾ ലോട്ടിൽ 10 പോയിന്റ് എന്ന് പറയുമ്പോൾ 1:1 സിമ്പിളായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ 1:1 അല്ല 1:2 1.5 ഒക്കെ സിമ്പിളായിട്ട് കിട്ടിയിട്ടുണ്ട്. പക്ഷേ എൻ്റേതായ രീതി എന്ന് പറയുന്നത് ഞാൻ റൈഡ് ചെയ്ത് എടുക്കുന്നതായതുകൊണ്ട് തന്നെ അത് ബുക്ക് ചെയ്യാനായിട്ട് ഞാൻ നോക്കുന്നില്ല. ലോസ് എന്തായാലും അക്സെപ്റ്റ് ചെയ്യാനുള്ള മൈൻഡ് സെറ്റ് ഉണ്ട്. പിന്നെ ഇപ്പോൾ എന്ത് പേടിക്കാനാ ഇല്ലേ. അപ്പോൾ 1:1 ഇവിടെ സിമ്പിളായിട്ട് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു പോയിന്റിലേക്ക് നോക്കുവാണെങ്കിൽ സാധാ നമ്മൾ ആദ്യം ചെയ്തുകൊണ്ടല്ലോ ക്യാൻ ബൈ ക്യാനിലൊക്കെ നോക്കുവാണെങ്കിൽ ഒറ്റ ക്യാനിൽ തന്നെ 1:1 സിമ്പിളായിട്ട് കിട്ടിയിട്ടുണ്ട്. ട്രെയിൽ ചെയ്യുന്ന ഏകദേശം ഒരു 1:2 ഒക്കെ കിട്ടിയതിന് ശേഷമായിരിക്കും ട്രെയിൽ ചെയ്യുന്നു കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ എൻട്രി എടുത്ത പോയിന്റ് ഇവിടെ കാണുന്നുണ്ട്. എൻട്രി എടുത്ത പോയിന്റ് ഈ ഒരു പോയിന്റിൽ കാണുന്നുണ്ട്. സ്റ്റോപ്പ് ലോസ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. 1:1 കിട്ടി. 1:2 ഇപ്പോൾ ഏകദേശം കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ വെയിറ്റ് ചെയ്തിരിക്കാം. ട്രേഡ് എടുക്കുമ്പോൾ ഈ വോൾട്ടൈൽ മാർക്കറ്റ് ഒക്കെ ആയതുകൊണ്ട് ക്യാൻ ബൈ ക്യാനിലൊക്കെ നോക്കുന്നവർക്ക് ഇച്ചിരി കൂടെ എളുപ്പമായിരിക്കും. കാരണം പെട്ടെന്നുള്ളൊരു ബ്രേക്കിലൊക്കെ ആണെങ്കിൽ ഇപ്പോൾ ഈ ഒരു പോയിന്റ് കണ്ടില്ലേ, മാർക്കറ്റിൽ ഇവിടെ നിന്നൊരു അപ്പ് സൈഡിലേക്ക് വന്നു. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു സിഗ്നൽ കട്ട് ചെയ്തു. ഈ ഒരു സിഗ്നൽ കട്ട് ചെയ്ത് വീണ്ടും ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തപ്പോൾ ഇത് ഇമ്പൾസീവ് മൂവ് ആണ്. അതിന് ശേഷം ഒരു ചെറിയൊരു കറക്ഷൻ. അപ്പോൾ ഇവിടെ നിന്നൊരു ട്രേഡ് പ്ലാൻ ചെയ്തവർക്കൊക്കെ ആണെങ്കിൽ ഒരു സിംഗിൾ ക്യാനിൽ തന്നെ മതി. ക്യാൻ ബൈ ക്യാനിലൊക്കെ നോക്കുന്നവർക്കാണെങ്കിൽ നല്ല മാർക്കറ്റ് കണ്ടീഷനാണ്. അത്യാവശ്യം നല്ലൊരു മൂവ്മെൻറ്റൊക്കെ പെട്ടെന്ന് തന്നെ ക്യാച്ച് ചെയ്യാനായിട്ട് പറ്റും. നമുക്ക് ആ ട്രേഡ് കിട്ടിയ ഏകദേശം ഇപ്പോൾ നമ്മുടെ എൻട്രി പോയിൻറ്റിനടുത്തേക്ക് വീണ്ടും റിവേഴ്സ് ആവുന്നുണ്ട്. എന്തായാലും വെയിറ്റ് ചെയ്ത് നോക്കാം കേട്ടോ. ഇവിടെ വരുന്ന മെയിനായിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് ഞാൻ ആ ക്യാൻഡിലൊന്നും നോക്കാത്തത് കൊണ്ട് തന്നെ ഒരു സിംഗിൾ സ്പൈക്ക് തന്നെ ഏകദേശം നമ്മൾ എൻട്രി എടുക്കുന്ന കറക്റ്റ് ആണെങ്കിൽ ക്യാൻഡിലിൻ്റെ കൺഫർമേഷൻ്റെ ആവശ്യമില്ല. കാരണം ഇത്രയും മൂവ്മെൻറ്റ് ഇപ്പോൾ നമ്മളിവിടെ നിന്ന് ടാപ്പ് ചെയ്തപ്പോൾ എൻട്രി എടുത്തതുകൊണ്ട് ഒന്നും അറിയേണ്ടതിന് ഏകദേശം 1:1 സിമ്പിളായിട്ട് തന്നെ കിട്ടി. അപ്പോൾ ഈ ഒരു മൂവിൽ തന്നെയാണെങ്കിലും 1:1.5 1:2 ഏകദേശം മാർക്കറ്റ് എത്തുന്നുണ്ട്. അപ്പോൾ ഇത് ചെറിയൊരു സ്റ്റോപ്പ് ലോസ് ആണ് വെച്ചിരിക്കുന്നത്. പ്രീമിയത്തിലാണ് ചെറിയൊരു സ്റ്റോപ്പ് ലോസേ ഉള്ളൂ. 1:2 ഒക്കെ നോക്കുകയാണെങ്കിൽ സ്പോട്ടിലേക്ക് നോക്കുകയാണെങ്കിലും 1:2 ഏകദേശം ഈ ഒരു പോയിന്റിൽ എത്തുമ്പോൾ 1:2 ഒക്കെ സിമ്പിളായിട്ട് തന്നെ എത്തിയിട്ടുണ്ടാവും. മനസ്സിലാവുന്നുണ്ടല്ലോ. പ്രീമിയത്തിലാണെങ്കിലും 1:2 കഴിഞ്ഞു. 1:2 കഴിഞ്ഞു. നോക്കാം, എന്തായാലും വെയിറ്റ് ചെയ്ത് നോക്കാം. ഫസ്റ്റ് ടാർഗറ്റ് എത്തുന്നവരെ എന്തായാലും പേഷ്യൻസോടെ തന്നെ ഇരിക്കാം. അതിനുശേഷമാണ് ബാക്കി കാര്യങ്ങൾ എന്തായാലും നോക്കുന്നുള്ളൂ. ഞാൻ എൻ്റെ ട്രേഡ് പ്ലാൻ അനുസരിച്ച് ഈ ഒരു ടൈം കൊണ്ട് തന്നെ 2 ട്രേഡ് ഞാൻ കംപ്ലീറ്റ് ആക്കി. ഫസ്റ്റത്തെ ട്രേഡ് നമ്മൾ നോക്കിയതുപോലെ തന്നെ ഏകദേശം 1:2 അതിന് മേലെ റിസ്ക് റിവാർഡ് റേഷ്യോ കണ്ടു. അതിനുശേഷം അത് കറക്റ്റായിട്ട് സ്റ്റോപ്പ് ലോസ് ആയിരുന്നു. ഞാൻ ആ കോസ്റ്റിലേക്കൊന്നും വെച്ചില്ലായിരുന്നു. പിന്നെ ടാർഗറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. കറക്റ്റായിട്ട് സ്റ്റോപ്പ് ലോസ് അടിച്ചു. സെക്കൻഡ് ട്രേഡ് പോലെ തന്നെ പ്ലാൻ ചെയ്തു. അതും കറക്റ്റ് സ്റ്റോപ്പ് ലോസ് തന്നെയായിരുന്നു, ചെറിയൊരു റിവാർഡ് കാണിച്ചിട്ട്. ഇതാണ് ലാസ്റ്റത്തെ ട്രേഡ്. ഇവിടെയാണ് റിസ്ക് റിവാർഡ് റേഷ്യോൻ്റെ ഇമ്പോർട്ടൻസ് വരുന്നത്. എൻ്റെ ഫസ്റ്റ് 2 ട്രേഡ് എനിക്ക് ലോസ് ആയിരുന്നു. മൂന്നാമത്തെ ട്രേഡാണ് ഇപ്പോൾ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിനകത്ത് ഹൈ റിസ്ക് റിവാർഡ് റേഷ്യോ കിട്ടിയതുകൊണ്ട് തന്നെ ഫസ്റ്റ് 2 ട്രേഡിലെ ലോസും കവറായി.
മൂന്നാമത്തെ ട്രേഡ് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ള ഒരു പ്രോഫിറ്റിലേക്ക് എത്തിയിട്ടുണ്ട്. ഇവിടെ പ്രോഫിറ്റിൻ്റെ വലുപ്പമല്ല നോക്കണ്ടേ, ട്രേഡിങ് ഇങ്ങനെ റൺ ചെയ്യാൻ നമുക്ക് പറ്റുകയുള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? ചെറിയ ചെറിയ ലോസുകൾ വരുത്തുമ്പോൾ ചെറിയ ചെറിയ ലോസ് കിട്ടുമ്പോൾ വലിയൊരു റിവാർഡിങ് ക്യാച്ച് ചെയ്യാനായിട്ട് പഠിച്ചാൽ മതി. ഇതിനാണ് ഈ റിസ്ക് റിവാർഡ് റേഷ്യോൻ്റെ ഇമ്പോർട്ടൻസ് വരുന്നത്. ഇപ്പോൾ ഈ ഒറ്റൊരു സിംഗിൾ ക്യാൻഡിഡേറ്റ് നമ്മുടെ ടാർഗറ്റ് ഏരിയയിലേക്ക് ഏകദേശം എത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഇതിനകത്ത് പ്രീമിയത്തിലേക്ക് നോക്കുകയാണെങ്കിലും ഒരു നല്ലൊരു റിസ്ക് റിവാർഡ് റേഷ്യോ തന്നെ. ഫസ്റ്റ് 2 ട്രേഡിലെ ലോസ് കവറായി അത്യാവശ്യം പ്രോഫിറ്റിലേക്ക് എത്തിയിട്ടുമുണ്ട്. ബാക്കി ഡീറ്റെയിൽസ് ഞാൻ ഈ ട്രേഡ് ഒന്ന് കട്ട് ചെയ്തിട്ട് നേരെ ചാറ്റിലേക്ക് എടുത്ത് കാണിച്ചു തരാം. നമ്മുടെ അങ്ങനെ 3 ട്രേഡും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഫസ്റ്റത്തെ 2 ട്രേഡും ലോസ് ആയിരുന്നു. അത് അത്യാവശ്യം പ്രോഫിറ്റ് കാണിച്ച 2 ട്രേഡ് തന്നെയായിരുന്നു ലോസിലേക്ക് കയറിയത്. മൂന്നാമത്തെ ട്രേഡ് അത്യാവശ്യം കുഴപ്പമില്ല, 1:5 നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു ട്രേഡിൻ്റെ ഡീറ്റെയിൽസിലേക്ക് നോക്കിയാലും മതി. 1:51 ക്യാൻഡിലാണ് എക്സിറ്റ് ചെയ്തേക്കുന്നത്. കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ ഈ ഒരു ക്യാൻഡിൽ പ്രീമിയത്തിൽ ഏകദേശം 1:5 നമുക്ക് റിസ്ക് റിവാർഡ് റേഷ്യോ കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഇനിയുള്ള കാര്യങ്ങൾ ബിഗിനേഴ്സിനോടാണ് കറക്റ്റായിട്ട് പറയുന്നത്. ഇപ്പോൾ ട്രേഡിംഗ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ നമുക്ക് കൊണ്ടുപോകാനായിട്ട് പറ്റുള്ളൂ. മാർക്കറ്റിൽ എന്തായാലും ലോസുകൾ ഉണ്ടാവും. മാർക്കറ്റ് ലോസുകൾ നമുക്ക് എന്തായാലും ഒഴിവാക്കാനായിട്ട് പറ്റില്ല. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ മാർക്കറ്റ് ലോസ് വരുമ്പോൾ ചെറിയ ചെറിയ ലോസുകൾ എടുക്കുക, കിട്ടുമ്പോൾ വലിയൊരു പ്രോഫിറ്റ് ക്യാച്ച് ചെയ്യാനായിട്ട് പഠിച്ചാൽ മതി. ഇപ്പോൾ ഞാനാണെങ്കിൽ ഇപ്പോൾ എൻ്റെ 2 ട്രേഡും ലോസ് ആയിരുന്നു. ഞാൻ വരുത്തിയപ്പോൾ എന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ ലോസുകളാണ് 2 ട്രേഡിലും വരുത്തിയത്. ക്യാച്ച് ചെയ്തത് വലിയൊരു റിവാർഡും. വരുത്തിയപ്പോൾ ഓരോരോ പോയിന്റിലും 1% വെച്ച് 2 ട്രേഡിലും 2% ലോസ് വരുത്തിയിട്ടുണ്ടെങ്കിൽ കിട്ടിയപ്പോൾ 5% കിട്ടിയേക്കുന്നത്. ഇങ്ങനെ നമുക്ക് പ്രോഫിറ്റിലേക്ക് എത്താനായിട്ട് പറ്റുള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? ഇപ്പോൾ ഈ ഒരു ട്രേഡ് തന്നെ നോക്കി, നമുക്ക് സിമ്പിളായിട്ട് ഇതിനകത്ത് വേറെ ഞാനൊന്നും ചെയ്തിട്ടില്ല. ഞാൻ ആ ട്രേഡ് എടുത്തു, കറക്റ്റായിട്ട് നോക്കിയിരുന്നു. എൻ്റെ ട്രേഡ് എടുത്ത ഏകദേശം സ്പോട്ടിൽ 1:6 വരെ കിട്ടിയിട്ടുണ്ട്. 1:51 ക്യാൻഡിൽ. ഈ ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്തപ്പോൾ ഞാൻ എക്സിറ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. കറക്റ്റായിട്ട് ടാർഗറ്റ് തന്നെ കിട്ടിയിട്ടുണ്ട്. പ്രീമിയത്തിലാണെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ ഈ ഒരു രീതിയിൽ ട്രേഡിംഗ് മുന്നോട്ട് കൊണ്ടുപോയാൽ മാത്രമേ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ ഹൈ റിസ്ക് റിവാർഡ് റേഷ്യോ ക്യാച്ച് ചെയ്യുന്നൊരു സ്ട്രാറ്റജി നമുക്ക് എന്തായാലും മസ്റ്റായിട്ടും വേണം. ഇപ്പോൾ ക്യാൻഡിൽ ബൈ ക്യാൻഡിലേക്കാണെങ്കിലും ചെറിയ റിസ്ക് റിവാർഡ് റേഷ്യോ ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഏതാണ് ഈ മാർക്കറ്റിൽ നല്ല രീതിയിൽ തന്നെ വർക്കാവും. എൻ്റേതായ രീതി എന്ന് പറഞ്ഞാൽ ഹൈ റിസ്ക് റിവാർഡ് റേഷ്യോ ആണ് ക്യാച്ച് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് കുഴപ്പമുണ്ടാവും. ഇപ്പോൾ നമ്മുടെ സ്റ്റുഡൻസിൻ്റെ ഗ്രൂപ്പിലേക്ക് എടുത്ത് നോക്കുകയാണെങ്കിലും അവിടെ ഈ പറഞ്ഞ പോലെ എല്ലാവരും 1:7, 1:6 ആ ഒരു രീതിയിലായിരിക്കും ട്രേഡുകൾ പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവർക്കും കുറച്ചും കൂടി ഈസിയാണ്. മനസ്സിലാവുന്നുണ്ട്? ഇപ്പോൾ ഇന്നത്തെ ട്രേഡ് ജസ്റ്റ് ഒന്ന് എടുത്ത് നോക്കാം. ഇതിനകത്ത് 1:7 ക്യാച്ച് ചെയ്തവരുണ്ട്, ഈ ഒരു ട്രേഡ് എടുത്തവരുണ്ട്. അപ്പോൾ ഇതുപോലെ ഹൈ റിസ്ക് റിവാർഡ് റേഷ്യോ ക്യാച്ച് ചെയ്യാൻ പഠിക്കണമെങ്കിൽ ട്രേഡിംഗ് കുറച്ചും കൂടി ഈസി ആയിരിക്കും. ഞാൻ എൻ്റെ ടാർഗറ്റ് വരെ എത്തിയപ്പോഴാണ് കറക്റ്റായിട്ട് ആ ട്രേഡ് എക്സിറ്റ് ചെയ്തത്. അതിന് ശേഷമാണെങ്കിലും ഒരുപാട് റൈഡ് ചെയ്ത് പോയിട്ടുണ്ട്. പക്ഷേ ഞാൻ അതുവരെ നോക്കിയില്ല. ഏകദേശം 1:5 കിട്ടിയപ്പോൾ തന്നെ ഞാൻ ആ ട്രേഡിൽ എക്സിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഇനിയിപ്പോൾ നാളെ മുതൽ ഇതുപോലെ തന്നെ ലൈവ് ട്രേഡുകൾ മാക്സിമം ഉണ്ടാവുമായിരിക്കും. സോ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുള്ളവർ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതുപോലെ തന്നെ വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടെ ശ്രമിക്കുക. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.